മോട്ടറോളയുടെ പുതിയൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മോട്ടോ E7 ഈ ഫോൺ വരുന്നത് 9500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ E7 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ മോട്ടോ E7 വരുന്നത് 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും HD റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 9 പ്രൈം എന്ന ഫോൺ വരുന്നുണ്ട്. IPS TFT LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോൺ വരുന്നത് 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 87% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ ബാക്കിലാണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിന്റെ ബാക്കിൽ ഒരു ഗ്രേഡിയൻ കർവ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 200 ഗ്രാം ആണ്. അതുപോലെ ഫോണിന്റെ തിക്നെസ് വരുന്നത് ഏകദേശം 9.18 mm ആണ്. പിന്നെ ഈ ഫോൺ വാട്ടർ റിപ്പലന്റ് ആണ്. അതായത് ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഈ ഫോൺ 2 കളർ വേരിയൻസിലാണ് വരുന്നത്, മിസ്റ്റി ബ്ലൂ പിന്നെ ട്വിലൈറ്റ് ഓറഞ്ച്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണിത്. പിന്നെ ഇത് സ്നാപ്ഡ്രാഗണിന്റെ 400 സീരീസിൽ വരുന്ന പ്രോസസ്സറാണെങ്കിലും ഇതിൽ അഡ്രീനോ 610 എന്നുള്ള GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ GPU ആണ് സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രോസസ്സറിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4 GB റാം ആണ് വരുന്നത്, 64 GB ഇന്റേണലും വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഒരു വർഷം മാത്രമേ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ LPDDR4Xന്റെ റാം ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫോണിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ ഗൈറോസ്കോപ്പും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഈ ഫോണിന്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അതുകൊണ്ട് തന്നെ ഇതിൽ അധികം ബ്ലോട്ട്വെയറും കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ ഇതിൽ പരസ്യങ്ങളും വരില്ല. പിന്നെ മോട്ടോ ജസ്റ്റേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും ഇതിൽ 48 മെഗാപിക്സലിന്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാത്തൊരു ഫീച്ചറാണ് 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസർ എന്നുള്ള കാര്യം. പിന്നെ ഈ ഫോണിൽ രണ്ടാമത് 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് വിഷൻ മോഡ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഈ ഫോണിന്റെ ബോക്സിൽ 10 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിംഗ് പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിന്റെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 1ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 1.41 ആണ്. പിന്നെ ഈ ഫോണിന്റെ വില വരുന്നത് 9499 രൂപയാണ്. സെപ്റ്റംബർ 30 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.